കോൺഗ്രസിനെ കുറിച്ച് ഏത് ആരോപണങ്ങളിൽ നിങ്ങൾ പറഞ്ഞു? ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ പറഞ്ഞ ഏതൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്ന അന്നൊക്കെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് ഇന്ന് അവരുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനും അതുപോലെ രാകേഷും ഒക്കെ പറയുന്ന അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങളിലൊക്കെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം ആരോപണങ്ങൾക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് തിരുത്തിയിട്ട് കൂടിയുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രളയ ഫണ്ട് തട്ടിയെടുത്ത കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മനുഷ്യനെതിരെ എന്ത് നടപടിയെടുത്തു? അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സിയാദ് എന്ന് പറഞ്ഞ CPM-ന്റെ സഹകാരിയായിരുന്ന നേതാവിന്റെ ആത്മഹത്യയിൽ എന്ത് നടപടിയെടുത്തു? P. ബിജുവിന്റെ രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ച്, അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ച്, ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ എന്ത് നടപടിയെടുത്തു? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി കേസിൽ എന്ത് നടപടിയെടുത്തു? സ്വർണ്ണം കെട്ട സഖാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ പോലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നടപടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ജില്ലാ കമ്മിറ്റിയിലും ജയിലിലും ഒരേ സമയത്ത് തുടരുന്ന CPM-ന്റെ നേതാക്കന്മാരുള്ള കാലത്താണ് മറ്റു പാർട്ടിയിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കുന്നത്. മറ്റ് പാർട്ടികളിൽ ഉണ്ടെങ്കിൽ അത്തരം ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പരാതികൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കട്ടെ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കൈവശമല്ലേ? അല്ലാതെ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി അപ്പുറത്തും ഇല്ല എന്ന് പറയുന്ന വാട്ടബോട്ടറി പറയുന്നത് അത് ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. കളവ് തുറന്നു പറഞ്ഞാൽ പാർട്ടി തകരുമെന്ന് പറയുന്നതിനോടും വലിയ അല്പത്തരം വേറെയുണ്ടോ? രക്തസാക്ഷികൾ പോലും കറ പശുവാക്കി മാറ്റുന്ന രീതിയിൽ ഈ പാർട്ടി മാറിയിരിക്കുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് കറപ്ഷനിസ്റ്റ് പാർട്ടിയാണ്. പിണറായി വിജയന്റെ കുടുംബം തൊട്ട് സാധാരണ സഖാക്കന്മാരുടെ വരെ കൊള്ളയടി മൂടി വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക. ഇവിടെ മധുസൂദനെതിരെ നടപടിയെടുക്കാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. മധുസൂദനെതിരെ നടപടിയെടുത്താൽ മധുസൂദനൻ ചോദിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ മാസപ്പടിയിൽ എന്ത് നടപടിയെടുത്തു പറയാൻ പറ്റണ്ടേ? പ്രളയ ഫണ്ട് തട്ടിയെടുത്ത നേതാക്കന്മാർക്കെതിരെ എന്ത് നടപടിയെടുത്തു ചോദിക്കില്ലേ? അപ്പൊ മധുസൂദനെതിരെ നടപടിയെടുക്കില്ല, പകരം പരാതി പറഞ്ഞ ജില്ല ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കും. കുഞ്ഞികൃഷ്ണനെ മാറ്റി നിർത്തും. അതേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ, അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല.